നടനും എഴുത്തുകാരനും സംവിധായകനുമായി മലയാള സിനിമയുടെ നെടുന്തൂണായി നിന്നിരുന്ന ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴിതാ ശ്രീനിവാസനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പ്രിയദർശൻ. ഒരിക്കൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ബിസിനസ് ചെയ്യുന്നതറിഞ്ഞ് ശ്രീനിവാസൻ ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയെന്നും എന്നാൽ പിന്നീട് അതിന്റെ അഡ്രസ് ഉണ്ടായിരുന്നില്ലെന്നും പ്രിയദർശൻ പറയുന്നു. ശ്രീനിവാസനെ തനിക്ക് പരിചയപ്പെടുത്തിയത് മമ്മൂട്ടിയാണെന്നും അന്നു മുതൽ തന്റെ സിനിമകളുടെ മുഖച്ഛായ മാറിയെന്നും പ്രിയദർശൻ കൂട്ടിച്ചേർത്തു. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സന്മനസ്സുള്ള ശ്രീനി എന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ബിസിനസ് ചെയ്യുന്നതറിഞ്ഞ് ശ്രീനിവാസനും ബിസിനസ് ചെയ്യണമെന്ന് തോന്നി. ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ച് പുള്ളി ബിസിനസ് ആരംഭിച്ചു. സ്ഥലമൊക്കെ എന്നെ കാണിച്ചു. ഭയങ്കര ചെമ്മീൻ കെട്ടാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാറായി. നമ്മൾ അക്കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ വിഷയം മാറ്റും. "വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?" എന്ന് ഞാനൊരിക്കൽ ചോദിച്ചു. "വേറൊന്നുമല്ലടാ, നമുക്കറിയാം ഇത് ചെമ്മീനാണെന്ന്." "ചെമ്മീൻ അറിയില്ലല്ലോ ഞാൻ ശ്രീനിവാസൻ ആണെന്ന്" എന്നാണ് മറുപടി. "ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് പറയാൻ" എന്ന് പ്രിയദർശൻ പറഞ്ഞു. ശ്രീനിവാസനെ തനിക്ക് പരിചയപ്പെടുത്തത് മമ്മൂട്ടിയാണെന്ന് പ്രിയദർശൻ പറഞ്ഞു. ശ്രീനിവാസനെ കണ്ടുമുട്ടിയത് തന്റെ സിനിമാ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണെന്നും പ്രിയദർശൻ പറഞ്ഞു. "തമാശ പടങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. എന്നോട് ഒരു ദിവസം ശ്രീനിവാസൻ പറഞ്ഞു, 'തമാശയിലൂടെ എന്തെങ്കിലും കാര്യം കൂടി സമൂഹത്തിന് കൊടുക്കാൻ നമ്മുടെ സിനിമകൾ എന്നും ഓർമ്മിക്കപ്പെടും' എന്ന്. അങ്ങനെയാണ് മിഥുനവും വെള്ളാനയുടെ നാടും ഉണ്ടായത് എന്ന് പ്രിയദർശൻ കൂട്ടിച്ചേർത്തു.